Distinguished His Excellency or Reverend Dr. Polly Kannukadan, Bishop of Irinjalakuda Diocese, Chairman Irinjalakuda Diocesan Educational Trust, and who is inaugurating today's first DC induction program, Vivifika 21-22. Respected Sri T.P. Srinivasan, IFS, former Ambassador of India, keynote speaker of this program, dear Monsignor Reverend Joy Palikara, Manager, Sagardia College of Advanced Studies, dear Reverend Dr. Davis Sengriadan, Executive Director, Sagardia College, dear Vice Principals of the College, Dr. M.J. Rani, Dr. K.L. Joy, Father Shaju Cherayat, Finance Officer of the College, Father Sabina Datugaran, Sports Academy Director, dear Dr. Biju Thomas Muttat, Vice President, Executive Committee, dear staff members, dear first DC students and their parents. 2012 കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തുടക്കം കുറിച്ച സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇന്നിപ്പോൾ കോഴിക്കോട് സർവകലാശാലയുടെ മികച്ച കലാലയങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോഴിക്കോട് സർവകലാശാലയുടെ ഡിസോൺ ഇന്റർസോൺ കലാകായിക മത്സരങ്ങളിൽ പ്രശസ്തരായ പല കലാലയങ്ങളെയും പിന്നിലാക്കി അഭിനന്ദനാർഹമായ മുൻനിര സ്ഥാനം തന്നെ കരസ്ഥമാക്കി തിളങ്ങി നിൽക്കുകയാണ് ഇരിഞ്ഞാലക്കുട രൂപമായ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൊടകര. കോളേജിന്റെ ഈ 10 വർഷ കാലയളവിൽ കേരളത്തിലെ തന്നെ മികച്ച സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊന്നായി തിളക്കമാർന്ന അസൂയാവഹമായ നേട്ടം കൈവരിച്ച സഹൃദയ കോളേജിന്റെ ഈ കലാലയ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളേവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ കോളേജിന്റെ മഹത്തായ പാരമ്പര്യത്തെ നിലനിർത്തുന്നതോ അതിലംഘിക്കുന്നതോ ആയ വളർച്ച നിങ്ങളുടെ മക്കൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ സർവതോന്മുഖമായ വളർച്ചയെ ലക്ഷ്യമാക്കി ആദർശനിഷ്ഠവും ഗുണപരവുമായ വിദ്യാഭ്യാസം നൽകുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പാഠ്യേതര രംഗത്തെ പോലെ കായിക രംഗത്തും കഴിഞ്ഞ അക്കാദമിക വർഷത്തിൽ തുടങ്ങിയ NCC NSS പ്രവർത്തനങ്ങളിലും തലയെടുപ്പോടെ നമുക്ക് ഉയർന്നു നിൽക്കാനാവുന്നത് അനേകം വിശ്രാന്ത പരിശ്രമം കൊണ്ടാണ്. അവരുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന, കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, കുറവുകളെ നികത്താൻ ശ്രമിക്കുന്ന അധ്യാപക അനധ്യാപകരുടെയും കോളേജ് മാനേജ്മെന്റിന്റെയും PTA-യുടെയും അലുമിനിയുടെയും അകമഴിഞ്ഞ പിന്തുണ എടുത്തു പറയേണ്ടതാണ്. 15 UG പ്രോഗ്രാമുകളും 5 PG പ്രോഗ്രാമുകളും 22 സർട്ടിഫൈഡ് ആഡ് ഓൺ പ്രൊഫഷണൽ കോഴ്സുകളുമുള്ള സഹൃദയ കോളേജിൽ 2400 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തില് പാഠ്യവിഷയങ്ങളിൽ 6 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്കുകളും BCom ACCA പരീക്ഷയിൽ ആഗോളതലത്തിൽ 4-ഉം ദേശീയ തലത്തിൽ 1-ാം സ്ഥാനവും ACCA SBR പരീക്ഷയിൽ കരസ്ഥമാക്കി. കായിക മത്സരങ്ങളിൽ 5 ഇന്റർസോൺ ടൈറ്റിലുകളും 5 ഇന്റർസോൺ ഫസ്റ്റ് റണ്ണറപ്പും 5 ഇന്റർസോൺ സെക്കൻഡ് റണ്ണറപ്പും കരസ്ഥമാക്കി അഭിമാന പുരസ്സരം മുന്നിട്ട് നിൽക്കുകയാണ് സഹൃദയ കോളേജ്. ഈ വിജയങ്ങൾ നമുക്ക് ലഭിച്ചത് എല്ലാവരുടെയും ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഈ വിജയങ്ങൾ അടുത്ത വർഷം നടക്കുന്ന NAC അക്രഡിറ്റേഷൻ വിസിറ്റിനും ഡെസീനിയൽ ആഘോഷങ്ങൾക്കും ഊർജം പകരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മക്കളെ ഇവിടേക്ക് തന്നെ പറഞ്ഞയച്ചത്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. കാരണം കർത്തവ്യബോധവും ആത്മസമർപ്പണമുള്ള ഒരു അധ്യാപക സമൂഹം ഇവിടെയുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും സമഗ്രവും സർവതോന്മുഖവുമായ വികാസത്തിന് അനുയോജ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലും നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം. എവർ ടു എക്സൽ എന്ന കോളേജിന്റെ മോട്ടോ മുറുകെ പിടിച്ച് ഉയരങ്ങളിലേക്ക് നമുക്ക് കുതിക്കാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകി നമുക്ക് വയോജനങ്ങൾക്ക് കൂട്ടാകാം. നമ്മുടെ മക്കൾക്ക് വയോജന പരിപാലനത്തിന്റെ പാഠങ്ങൾ പകർന്ന് ഒരു നല്ല നാളേക്കായി കൈകോർക്കാം.
2021-22 വർഷത്തെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ വിദ്യാരംഭം പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതിവിശിഷ്ട വ്യക്തികൾക്കും കോളേജിനെ മുന്നിൽ നിന്ന് നയിച്ച ഏവർക്കും പ്രിയ അധ്യാപകർക്കും PTA അലുമിനി അംഗങ്ങൾക്കും ഹൃദ്യമായ ഒരു സ്വാഗതം ഓതുക എന്ന കർത്തവ്യമാണ് എനിക്ക് നിറവേറ്റാനുള്ളത്. ഞാനതിലേക്ക് കടക്കട്ടെ. ഈ പരിപാടിയുടെ ഏറ്റവും വിശിഷ്ട വ്യക്തിയായി ഉദ്ഘാടകനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയുടെ അനിഷേധ്യ നായകനും ആത്മീയ പിതാവും ജാതി മതഭേദമന്യേ ഏവർക്കും സമാരാധ്യനുമായ സഹൃദയുടെയും ഐഡറ്റിന്റെയും ചെയർമാനായ അഭിമന്യമാർ പോളി കണ്ണുക്കാടൻ പിതാവിനെയാണ് ആദ്യം ഞാൻ സ്വാഗതം ചെയ്യുന്നത്. 2010 ജനുവരിയില് രൂപതയുടെ 2ാമത്തെ മെത്രാനായി സ്ഥാനമേൽക്കുന്നതിന് മുൻപ് തന്നെ മികച്ച സംഘാടകൻ, മികവുറ്റ വാഗ്മി, അസ്വസ്ഥ മനസ്സുകൾക്ക് ആശ്രയമായ പ്രത്യാശ എന്ന ക്രൈസിസ് ഇന്റർവെൻഷൻ സെന്ററിന്റെയും അനുരഞ്ജനത്തിലൂന്നിയ ഇടപെടലുകളിലൂടെ സംഘർഷങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുന്ന ജസ്റ്റിസ് ഫോറത്തിന്റെയും സ്ഥാപക ഡയറക്ടർ എന്നീ നിലകളിലും രൂപതയ്ക്കകത്തും പുറത്തും അഭിമന്യ പിതാവ് പേരെടുത്തു കഴിഞ്ഞിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും കാരുണ്യത്തിലൂന്നിയ മനുഷ്യ നന്മയെ ഉന്നം വെച്ചുള്ള ആത്മീയ ഉണർവിന് ഉതകുന്ന സഹവർത്തിത്വ പ്രവർത്തനങ്ങൾക്കും പിതാവ് നേതൃത്വം നൽകി വരുന്നു. പ്രളയാനന്തര കാലഘട്ടത്തിലും COVID-19 കാലഘട്ടത്തിലും പ്രളയത്തിലും കോവിഡ് മഹാമാരിക്കുമിടയായ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൈത്താങ്ങായി വിവിധങ്ങളായ സമാശ്വാസ സംരംഭങ്ങൾക്കാണ് പിതാവ് തുടക്കമിട്ടതും നടപ്പിലാക്കി വരുന്നതും. പിതാവിനെ ഏറെ ആദരവോടെ നിറഞ്ഞ മനസ്സോടെ കോളേജിന്റെ പേരിലും പ്രിയ മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും വ്യക്തിപരമായ എൻ്റെ പേരിലും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകനായി വിശിഷ്ട വ്യക്തിയായി ഇന്നിവിടെ നമ്മോടൊപ്പം സംവദിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ TP ശ്രീനിവാസൻ IFS അവറുകളാണ്. പല രാജ്യങ്ങളിൽ ഭാരതത്തിന്റെ മുൻ അംബാസിഡറും വിയന്നയിലെ യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയുമായിരുന്ന ശ്രീനിവാസൻ സാറ് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഗവർണറായിരുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ 37 വർഷത്തെ മികച്ച സേവന പാരമ്പര്യമുള്ള ശ്രീനിവാസൻ സാറ് വിവിധ രാജ്യങ്ങളിലായി സുത്യർഹമായി അംബാസിഡറായി സേവനം ചെയ്തു. വിവിധ ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ ഭാരതത്തിന്റെ മുഖമായി UN-ലും അതുപോലെ ചേരിചേരാ പ്രസ്ഥാനങ്ങളിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. വിവിധ ഭാഷകളിൽ പണ്ഡിതനും മികച്ച പ്രാസംഗികനുമാണ് അദ്ദേഹം. 2004-ൽ IFS-ൽ നിന്ന് വിരമിച്ചതിനു ശേഷം കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ വൈസ് ചാൻസലർ റാങ്കിലുള്ള എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. മികച്ച രീതിയിൽ പ്രവർത്തിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദിശാബോധവും മാനവികതയും നൽകി. പഠനകാലത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ BA MA ഫസ്റ്റ് റാങ്കുകാരൻ കൂടെ അദ്ദേഹം മികച്ച കോളംനിസ്റ്റും എഴുത്തുകാരനുമായിരുന്നു. ശ്രീ TP ശ്രീനിവാസൻ IFS സാറിനെ കോളേജിന്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും സ്റ്റാഫ് അംഗങ്ങളുടെയും പ്രിയ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും പേരിൽ നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മോൺസിഞ്ഞൂർ റെവറൻ ജോയ് പാലിയേക്കരാച്ചനെയാണ് അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. സഹൃദയ കോളേജിന്റെയും സഹോദര സ്ഥാപനങ്ങളുടെയും മാനേജറായി പുതുതായി ചാർജ് ഏറ്റെടുത്തിരിക്കുന്ന മോൺസിഞ്ഞൂർ ജോയ് പാലിയേക്കരാച്ചൻ MA LLB ബിരുദധാരിയാണ്. കാനൻ നിയമത്തിലും അതുപോലെ തന്നെ സിവിൽ നിയമത്തിലും മാസ്റ്റർ ഡിഗ്രിയും അദ്ദേഹത്തിനുണ്ട്. രൂപതയിലെ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും സമർപ്പിത സേവനം അനുഷ്ഠിച്ചിട്ടുള്ള പേരെടുത്ത വൈദികൻ, അറിയപ്പെടുന്ന വാഗ്മി, നിയമകാര്യങ്ങളിൽ രൂപതയുടെ അവസാന വാക്കായ പ്രഗത്ഭനായ അഭിഭാഷകൻ, മികച്ച സംഘാടകൻ എന്നിങ്ങനെ വിശേഷണങ്ങളിലേറെയാണ് അച്ഛന്. കോളേജിനെ എന്നും സ്നേഹിക്കുന്ന, വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ഞങ്ങളുടെ മാനേജർ മോൺസിഞ്ഞൂർ റെവറൻ ജോയ് പാലിയേക്കരാച്ചനെ ഇവിടെ കൂടിയിരിക്കുന്ന സഹൃദയ കുടുംബത്തിന്റെ പേരിൽ ഈ വേദിയിലേക്ക് ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിക്ക് ആശംസകളേക്ക് സംസാരിക്കുന്നത് സഹൃദയെ മുന്നിൽ നിന്ന് നയിക്കുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനാടൻ അച്ഛനാണ്. ഞങ്ങളുടെ പ്രിയ ഡേവിസ് അച്ഛനെ ഹാർദവമായി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകളേക്ക് സംസാരിക്കുന്നത് സഹൃദയ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളും മാത്തമാറ്റിക്സിന്റെ മേധാവിയും കൂടിയായിട്ടുള്ള ഡോക്ടർ MJ റാണി ടീച്ചറാണ്. അതുപോലെ തന്നെ PTA-യുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ ബിജു തോമസ് മുട്ടത്തും നമ്മോടൊപ്പം ആശംസകൾ അറിയിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് നന്ദിയേകുന്നത് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളും രസതന്ത്ര മേധാവിയും കൂടിയായിട്ടുള്ള ഡോക്ടർ KL ജോയ് സാറാണ്.
അതുപോലെ തന്നെ സഹൃദയയുടെ കലാലയ ഓർമ്മകൾ പങ്കിടുന്നത് നമ്മുടെ അവസാന വർഷത്തിൽ ഇക്കഴിഞ്ഞ 2021 വർഷത്തിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ആയിഷ എന്ന വിദ്യാർത്ഥിനി കൂടിയാണ്. എല്ലാവരെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്ന കോളേജിന്റെ ഫിനാൻസ് ഓഫീസർ ഫാദർ ഷാജു ചെറിയത്തച്ഛനെയും സ്പോർട്സ് അക്കാദമി ഡയറക്ടർ ഫാദർ സെബിൻ എടാട്ടുകാരൻ അച്ഛനെയും പ്രിയ സ്റ്റാഫ് അംഗങ്ങളെയും പ്രിയപ്പെട്ട 1ാം വർഷ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഒറ്റവാക്കിൽ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. A hearty welcome to you too, sir, to this August gathering. Thank you. All the darkness in the world cannot extinguish the light of a single candle. And this very candle kindles several sparks in the people around him. May I humbly invite Right Reverend Mar Polykannukadan, the Bishop of Irnyalakuda Diocese, the Chairman of Sahardaya College of Advanced Studies, to enlighten us and formally inaugurate the induction program. Your Excellency. Good morning. Dear respected Sri C.P. Srinivasan, IFS, the former ambassador of India. Dear Reverend Monsignor Joy Palekara, the manager of Sahardaya Advanced Studies College. Dear Reverend Dr. Davis Chinginiyadan, the executive director. Dear respected Dr. Matthew Paul Oken, our principal. Dear respected Dr. Rani M.J., our vice principal. Dear Dr. Biju Thomas, the vice president, PTA staff. And my dear faculty members, dear respected invited guests, dear staff members, and my dear students. Irinjalakuda Diocese is doing an excellent service, meeting the needs of education, health, and social responsibility. For that, the Irinjalakuda Diocesan Education Trust, IDET, was formed and registered. Thus, Sahardaya College of Advanced Studies, Kodagara, was established in 2012 under this trust. The college, with the motto, ever to excel, has been on the path of progress since its humble beginnings in 2012. The college offers 15 UG and 5 PG programs under a variety of disciplines. The Department of Professional Education is offering 8 courses. Sahardaya College of Advanced Studies is standing for the well-being and welfare of humanity, precisely for the family members and their children. To me, education is a leading out of what is already there in people's soul, says Muriel Spark. Yes, our college is standing for your excellence. That means to find the best in the students, intellectual, physical, artistic, and managerial skills and talents. This induction program is conducted today. It's a welcoming honor given to newly admitted students before the commencement of the first semester classes. The main objective of this program is to bring you to make understand a transition of the life cycles
that from the school life, childhood to adolescent period of thinking maturely and taking the responsibilities. This enables and enhances the students to become more adaptive to the subject they would be studying in university level. Vivifica is an orientation program also, making aware of their careers and adapting them future focus. The COVID pandemic has stricken every human spheres of life, even our academic curriculum. Be confident we will come through these hurdles and troublesome world of loneliness, lockdown, and social distancing due to the pandemic persecution. Being a chairman of IDET and of Sagadaya College of Advanced Studies, I am earnestly welcome all of my dear younger ones to our institution to this academic year, and as well as to the Sagadaya campus life during 2021 to 2024 for UG students and 2021 to 2023 for PG students. പ്രിയമുള്ള അധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ആഗോള നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇന്ന് വളർന്നിരിക്കുന്നു എന്നതിലുള്ള അഭിമാനവും സന്തോഷവും ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും അറിയിക്കട്ടെ. അത് അക്കാഡമിക് തലത്തിൽ മാത്രമല്ല, പുതിയ വിദ്യാഭ്യാസ പോളിസി വിഭാവനം ചെയ്യുന്നത് പോലെ കോളേജുകളും സർവകലാശാലകളും ഗവേഷണ കേന്ദ്രങ്ങളും തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുന്ന കേന്ദ്രങ്ങളുമായിട്ട് മാറണം. അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് നമ്മുടെ കോളേജും അനുദിനം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോളേജ് കോഴ്സസിനോടൊപ്പം തന്നെ ആഡ് ഓൺ കോഴ്സസിന് പ്രാധാന്യം നൽകുന്നത്. ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാൻ കൂട്ടായ പരിശ്രമം ഇന്ന് അനിവാര്യമാണ്. അധ്വാനിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളും പഠിപ്പിക്കുന്ന അധ്യാപകരും അത് ഉറപ്പുവരുത്തണം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വരവോടെ സൗകര്യങ്ങൾ ഇന്ന് വ്യാപകമായി. ഏത് നാട്ടിലുള്ള ഏത് ലോകത്തുള്ള ലൈബ്രറികളും ഇന്ന് നമുക്ക് ആക്സസബിൾ ആണ്. അതെല്ലാം പഠനത്തിനും അധ്യാപനത്തിനും ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇതിന് ഒരു ആത്മസമർപ്പണം അത്യന്താപേക്ഷിതമാണ്. അതൊരു സ്വാഭാവിക സംസ്കാരമായിട്ട് നമ്മുടെ നാട്ടില് മാറണം. അധ്യയനം പരീക്ഷയ്ക്ക് മാത്രമാകുന്നതും അധ്യാപനം ഓർത്തുവെക്കേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുന്നതും മാത്രമാകരുത്. പരീക്ഷകൾ ഓർമ്മ പരിശോധനയാകുന്നതും മാത്രമാകരുത്. ഫലം ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസമാണ് നാം ലക്ഷ്യം വെക്കുന്നത്. ഗവേഷണങ്ങളിലൂടെ സാധ്യമാകുക അതാണ്. അതുവഴി മാത്രമേ we can do something innovative for the society and for the nation. ഓരോ സബ്ജക്റ്റും മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുവാനായിട്ട് പരിശ്രമിക്കണം. ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ പാടില്ല. ഒരേ സമയം വിവിധ വിഷയങ്ങൾ പഠിക്കണമെന്ന സമീപനം നിർബന്ധമായിട്ടും വിനിയോഗിക്കണം. പ്രധാന വിഷയത്തിന് പുറത്തുള്ള വിഷയങ്ങൾ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യണം. അടിസ്ഥാന വിഷയങ്ങളെ ബന്ധപ്പെട്ട വിഷയങ്ങളെയും ഏകോപിപ്പിക്കുക ഇത് ലക്ഷ്യമാണ്. ഇതോടൊപ്പം തന്നെ ഈ കോളേജ് ലക്ഷ്യം വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതാണ് മോട്ടോയിൽ പറയുന്നത്, വി പ്രൊമോട്ട് ക്യാരക്ടർ, the rest follows. Character formation is an important factor in education.
character formation, there is a spiritual formation, there is a formation of social commitment, there is a formation of eco-friendly nature. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മുന്നോട്ട് പോകുന്നത്. പ്രിയ വിദ്യാർത്ഥിനികളെ, നിങ്ങൾ ഒരിക്കൽ കൂടെ ഈ കോളേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ലൊരു അധ്യയന വർഷം ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. May God bless you. With these words, I declare the academic year is inaugurated. May God bless you. Thank you very much. Thank you, Your Excellency. അങ്ങയുടെ വാക്കുകൾ എന്നും ഞങ്ങൾക്ക് പ്രചോദനമേകുന്നു. അങ്ങയുടെ ദർശനങ്ങൾ ഞങ്ങൾക്ക് വഴി തെളിയിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. ഞങ്ങൾക്ക് ആത്മീയ ചൈതന്യം നൽകുന്ന, മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജർ വെരി റെവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞോർ ജോയ് പാലിക്കരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇരിഞ്ഞാലക്കുട ഹലോ കേൾക്കാം. ഇരിഞ്ഞാലക്കുട ഡയസസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ചെയർമാനും ഇരിഞ്ഞാലക്കുട രൂപതയുടെ അഭിമന്യ ബിഷപ്പുമായിരിക്കുന്ന പോളി കണ്ണുകാടൻ പിതാവേ, സഹൃദയ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിസ് ചെങ്ങിനിയടനച്ച, ഇന്നത്തെ നമ്മുടെ ഈ വേദിയിൽ നമുക്കുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോളൂക്കൻ, വൈസ് പ്രിൻസിപ്പൽസ് ആയ ഡോക്ടർ റാണി, ഡോക്ടർ കെ എൽ ജോയ്, ഇന്ന് ദിവസം നമ്മുടെ സ്റ്റുഡൻസിന് ഏറെ ആവേശകരമായ സന്ദേശം നൽകാൻ, എന്റെ ജീവിതാനുഭവമൊക്കെ പങ്കുവയ്ക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഫോർമർ അംബാസിഡർ ആയിട്ടുള്ള ടി പി ശ്രീനിവാസൻ സർ, വേദിയിലെയും ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളും വിദ്യാർത്ഥികളുമായ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ഈ ഉദ്ഘാടന മീറ്റിംഗില് മാനേജർ എന്നുള്ള നിലയിൽ ഞാൻ പങ്കുചേരുന്നത്. കഴിഞ്ഞ ഏതാനും കാലങ്ങളിൽ നമ്മുടെ ഈ കോളേജിന് ശക്തമായ നേതൃത്വം നൽകാൻ ഉണ്ടായിരുന്ന, ഇന്ന് താഴേക്കാട് പള്ളിയിലെ വികാരിച്ചൻ കൂടിയായ ഡോക്ടർ ലാസർ കുറ്റിക്കാടനച്ചനെ ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. സെമിനറികളിൽ പ്രൊഫസർ എന്നുള്ള നിലയിൽ 20 വർഷത്തിലധികം സേവനം ചെയ്തതിനു ശേഷമാണ് രൂപതയുടെ മുഖ്യ വികാരി ജനറൽ എന്നുള്ള നിലയിൽ കോളേജിന്റെ മാനേജർ കൂടിയായി അദ്ദേഹം സേവനം ചെയ്തത്. അദ്ദേഹത്തെയും അതിനു മുമ്പും ഈ കോളേജിനെ നയിക്കാൻ നേതൃത്വത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ഓർക്കുകയാണ്. ഈ ഒരു കോളേജ് അതിന്റെ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ടൈറ്റസ് കാട്ടുപറമ്പലച്ചനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ കൂടെ ദർശനങ്ങളിലാണ് അഭിനയ പോളി കണ്ണുകാടൻ പിതാവ് ഈ ഒരു കോളേജിന്റെ ഇന്നത്തെ നിലയിലുള്ള ഈ വളർച്ചയ്ക്ക് അടിസ്ഥാനം വിട്ടിട്ടുള്ളത്. നന്ദിയോടെ ഏവരെയും ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ശക്തമായിട്ടുള്ള നേതൃത്വം നൽകാൻ മുൻനിരയിൽ നിന്ന് സേവനം ചെയ്ത എല്ലാ ലെക്ചേഴ്സിനെയും പ്രൊഫസേഴ്സിനെയും ഇതോടൊപ്പം ഞാൻ അനുസ്മരിക്കുകയാണ്. ഈ ദിവസം മനോഹരമായിട്ട് നമ്മൾ പുതിയ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭം കുറിക്കുമ്പോൾ അവരുടെ അധ്യയന വർഷത്തിന് എന്റെ ശ്രദ്ധയിൽ വരുന്നത് ഇന്ത്യയുടെ 12ാമത് പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാമിനെയാണ്. അദ്ദേഹത്തിന്റെ
ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ് എന്ന് പറയുന്ന മലയാളത്തിൽ തർജ്ജമയുള്ള പുസ്തകമാണത്. അജയ്യമായ ആത്മചൈതന്യം എന്ന പേരില് ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിലെ പ്രസംഗങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അതിനകത്ത് ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ആകുലത എന്ന് പറയുന്നത്, കുഞ്ഞുനാളിൽ സ്കൂളുകളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുക. അത് തുടർന്ന് LP, UP, ഹൈസ്കൂളൊക്കെ പിന്നിടുമ്പോഴേക്കും അവരുടെ മുഖത്തെ ചിരി നഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ചിരി നിലനിർത്താൻ പര്യാപ്തമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം നൽകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല എന്ന് നമ്മെ അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സഹൃദയ പോലെയുള്ള കോളേജുകള് അത് ഉത്തരം നൽകുന്നു എന്നുള്ളതാണ് വളരെ കൗതുകകരമായ കാര്യം. വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായി സൃഷ്ടിപരമാകുകയും അത് എല്ലാ യുവാക്കൾക്കും അവരുടെ വാസനയ്ക്കും കഴിവിനും അനുസരിച്ച് പൂർണ്ണമായി തൊഴിലവസരം പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞുനാളുകളിലെ പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ ചിരി അവർക്ക് നഷ്ടപ്പെടുന്നത്? ജീവിതം ഏറെ ആശങ്കാപൂർണമാകുന്നു എന്നുള്ളതാണ്. 12 വർഷം സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തിന് ശേഷവും നൂറുകണക്കിന് മണിക്കൂറുകൾ വിദ്യാലയത്തിലെ അധ്യാപകരോടൊപ്പം ചെലവഴിച്ചതിന് ശേഷവും ഒരു കോൺഫിഡൻസ് വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കാൻ കഴിയാതെ പോകുന്നത്, ഇത് കഴിയുമ്പോൾ അവർക്ക് ഉത്തമമായ ഒരു തൊഴിലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ആശങ്കയാണ്. അഭിനയ പോളികണ്ടുകാടൻ പിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഇതിന്റെ പ്രാരംഭം മുതൽ അത് മ്യൂട്ടായിരിക്കുകയാണ്. ജസ്റ്റ് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. മൈക്കൊന്ന് ഓൺ ചെയ്യുക. അൺമ്യൂട്ട് ചെയ്യുക പ്ലീസ് ജോയ്സൺ. ജോയ്സൺ പ്ലീസ് അൺമ്യൂട്ട്. കുറിച്ച് ദർശനത്തോടെ പ്രവർത്തനമാരെ ആഡ് ഓൺ കോഴ്സുകളിലൂടെ എല്ലാ ഡിഗ്രി ക്ലാസ്സുകളും തൊഴിലധിഷ്ഠിത മാനം നൽകിയ ഒരു വിദ്യാഭ്യാസ സഹൃദയ അഡ്വാൻസ്ഡ് കോളേജ് ഓഫ് സ്റ്റഡീസ്. അതിനെ അഭിനന്ദിക്കുകയാണ്. കോളേജുമായി അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച വൈദികരെയും സമർപ്പിതരെയും അധ്യാപകരെയും എല്ലാ തലത്തിലുള്ള അധ്യാപകരെയും ഒപ്പം കോളേജിനെ സംബന്ധിച്ച് നോൺ ടീച്ചിങ് അധ്യാപകരെയും ഇവിടെ അധ്യയനം മാത്രമല്ല അതിന്റെ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത്. എല്ലാ കാലങ്ങളിലും അധ്യയനേതരമായ പദ്ധതികൾക്കും പ്രാധാന്യം നൽകിയിരുന്നു. ടീച്ചിങ് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ധാരാളം. അതുകൊണ്ട് തന്നെ സ്പോർട്സ് രംഗത്ത് നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചിരി നഷ്ടപ്പെടുത്താത്ത ജീവിതത്തെ ഒരു സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ ഇതെല്ലാം സഹായകരമായിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിന്റെ അതിന്റെ മുഴുവൻ രസവും ആസ്വദിച്ച് സന്തോഷത്തോടെ പഠിക്കാൻ കഴിയുക, സന്തോഷത്തോടെ കളിക്കാൻ കഴിയുക, ഇത് കഴിയുമ്പോൾ ഒരു ജോലിക്ക് സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുക, ഇതൊക്കെ ആരുടെയും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്കാണ് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നും മുന്നോട്ട് പോകാൻ അതിന്റെ ബൃഹത്തായ പ്ലാനിങ്ങിലൂടെ വഴിയൊരുക്കുന്നത്. ഡേവിസ് എങ്ങിനിയാടനച്ചന്റെ നേതൃത്വത്തിൽ ഇനിയും അത്തരത്തിലുള്ള വലിയ പ്ലാനിങ് പദ്ധതികൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷവും അഭിനന്ദനവും അറിയിക്കുകയാണ്. ബൈബിളില് പ്രത്യേകിച്ച് ക്രൈസ്തവർക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു ഉപമയുണ്ട്. അത് വിതക്കാരന്റെ ഉപമയാണ്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിലാണ് വിതക്കാരന്റെ ഉപമ പറയുക.
അവിടെ വിതയ്ക്കുന്നത് എല്ലാം ഒരേ വിത്ത് തന്നെയാണെങ്കിലും അത് വീഴുന്നത് വ്യത്യസ്തമായ തലങ്ങളിലാണ്. അത് ചിലപ്പോ പക്ഷികൾ കൊത്തി തിന്ന് വഴിയരികിൽ വീഴുന്നത് കൊണ്ട്, വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നത് പറയുന്നു, വേറെ ചിലത് പാറപ്പുറത്ത് വീഴുന്നു. നല്ല നിലത്ത് വീണു എന്ന് പറയുന്ന വിത്ത് അത് 100 വേനിയും 60 വേനിയും 30 വേനിയും ഫലം പുറപ്പെടുവിക്കുന്നു എന്നാണ്. നമ്മുടെ കോളേജിൽ വഴിയരികിൽ വീണ വിത്തുകൾ അത് വീഴാതിരിക്കാൻ ഇടയാകത്തക്ക വണ്ണം നമ്മുടെ അധ്യാപകരെല്ലാം ഏറെ ജാഗ്രതയോടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സുകളെ ഒരുക്കേണ്ടതുണ്ട്. ഒരുക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. അവരുടെ കഠിനാധ്വാനത്തോട് ചേർക്കുകയാണ്. അവരവരുടെ വ്യക്തി പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെ മുൾച്ചെടികൾക്കിടയിലോ പാറപ്പുറത്ത് വീണ വിത്തുകളൊക്കെ ആകുമോ അത് ഫലം പുറപ്പെടുവിക്കാതെ വരും. നമുക്ക് അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിച്ച് ബുദ്ധിമുട്ട് എടുക്കാൻ മാതാപിതാക്കളോടൊപ്പം അധ്യാപകരും തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്നുണ്ട് ഞാൻ കരുതുകയാണ്. പ്രഥമ ഉത്തരവാദിത്വം വിദ്യാർത്ഥികളുടെ അധ്യയനത്തില് മാതാപിതാക്കൾക്ക് തന്നെയാണ്. നല്ല കുടുംബ സാഹചര്യങ്ങൾ, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ദർശനങ്ങളൊക്കെ നൽകുന്നത് മാതാപിതാക്കളാണല്ലോ. മാതാപിതാക്കളോട് ചേർന്നുകൊണ്ട് നമ്മുടെ അധ്യാപകർ പ്രവർത്തിക്കുക. അങ്ങനെ വരുമ്പോഴോ അവർക്ക് നല്ല നിലം വിദ്യാഭ്യാസം, സന്തോഷകരമായ ഒരു പഠനത്തിന് സാധ്യത ഒരുക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും 100% കിട്ടിയെന്ന് വരില്ല. പക്ഷെ 60% കിട്ടുന്ന കുട്ടികൾ കാണും. 30 എങ്കിലും കിട്ടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഇത് ബൈബിൾ പശ്ചാത്തലത്തിൽ ഉപമയിൽ നിന്ന് അച്ഛൻ മനസ്സിലേക്ക് വന്ന ചിന്തയാണ്. അതുകൊണ്ട് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ 30ലേക്ക് അല്ല ശ്രദ്ധ വെക്കേണ്ടത്, 60ലേക്കും 100ലേക്കും ശ്രദ്ധ വെച്ച് അതിനോട് ഇഷ്ടം തോന്നി ആരെയും സ്നേഹിക്കുന്നത് The mic is unmuted, Joyson. ഇവിടെ ശ്രീനിവാസൻ സാറിനെ പോലെയുള്ളവരുടെ ജീവിത ദർശനങ്ങളും ജീവിത അനുഭവങ്ങളും ഒക്കെ ആർക്കും ഇത് സാധ്യമാണ് എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു അവസരത്തെ പ്രതി ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും മനോഹരമാകട്ടെ. ഈ പുതിയ അധ്യയന വർഷം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമാകട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ അവസരം നൽകിയതിന് പ്രത്യേകിച്ച് ഇതിന് ബന്ധപ്പെട്ട എല്ലാവരുടെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. Thank you, Father, for presiding over and disseminating indomitable spirits. I am privileged to introduce an admirable personality as the keynote speaker of the day, whose accomplishments know no bounds. Shri T.P. Srinivasan served the prestigious Indian Foreign Service for 37 years in the capacity of Indian ambassador to different countries, including Austria and Slovenia, Fiji, and 8 other South Pacific island states. Permanent representative of India to the United Nations at Vienna, Nairobi, Washington, an experience spanning 20 years in multilateral diplomacy and representation at a number of international conferences by the United Nations, the Commonwealth, and the non-aligned movement, to name a few, from the illustrious career. Presently, the chairman of the Academic Council and director of NSS Civil Service Academy and the Director General, Kerala International Center, a diplomat, an academician, and author, above all, a teacher. Ladies and gentlemen, meet the legend, Shri T.P. Srinivasan. Sir, please. Thank you very much for that very generous introduction. Your Excellency Bishop Paulie Kannukkodan, Reverend Manager Joy Paliyakara, distinguished principal, faculty, friends, and young students who have just joined the successful Sahardaya College. I see this occasion not just as an induction that was routine in the old days, but today I see it on the 1st of October as a resurrection, nothing less, because we have just passed through more than a year of melancholy, of sadness, of gloom, of pessimism, and everything
as we pass through this biggest threat to international peace and security pandemic. We are still not out of it, but last few days, what we hear is of a rejuvenation, particularly on the education sector. There are still anxieties as to how this would materialize, whether the children would be affected in any way, worse than what they have been affected by their long stay home. But certainly today marks a new spirit, a regeneration, a resurrection. And that's why I welcome this opportunity to speak to the young students. Nobody disputes that the higher education system in Kerala has much to be desired. We are far behind, not only in India, definitely, but also in the world, because of the various constraints that we have had in the education system. From 2011 to 2016, 5 years, I was entrusted with the task of reforming higher education in Kerala. And many of you might know the work that we did, not just me, but several academicians and others, not only from Kerala, from outside, made a plan and created a vision. But unfortunately, even after 5 years, we are not able to convince our political masters that there should be a consensus among all politicians for education to be successful. But instead, what we witnessed was deep divisions. And most of our recommendations were never implemented. And trouble with Kerala is each time we have a new government, they project a new vision, they project a new attitude, and therefore we spend time rejecting the thoughts of the past and creating new ones only to repeat the exercise again and again. Let me just tell you the problems that we identified, and these problems still remain. The first and foremost, what we need is a liberal education. What I mean to say liberal education means we have to liberate everyone from the shackles of the past. We have to liberate the universities, liberate the colleges, schools, liberate the teachers, and liberate the students. I'm very glad to see that this is the fundamental principle adopted in the new education policy, which is now not yet a policy, but which is being discussed. Because the problem has been that we were compartmentalizing our education and put them in silos so that we did not have an integrated program for our students. This is particularly striking when you look at educational systems, not only abroad, but also in the new generation universities which have come up in India. Some of these new generation universities can compete with the world's most established universities. And the secret of it is purely a liberalized education. And that is what we are aiming at. The second issue that we faced was the lack of training for teachers. We have some exceptional teachers in our system, but they are not given an opportunity to equip themselves for the challenges of modern education. You cannot send them back to school, but there are very many opportunities available, which we are now discovering, but we had discovered and recommended earlier, was the massive open online courses or MOOCs, which are available even for the last 15, 20 years. We tried to introduce it,
but we did not succeed. But in case we had done it in 2011 when we recommended it, we would not have been in the mess that we have landed up because of the pandemic. If education, online education was encouraged as a part of the system, our recommendation was not to replace education with distance education, but to complement each other. The only way we can imbibe the knowledge available all around the world is only through technology. But our teachers have had no experience of dealing with technology, and that is why when the online education came, people were talking with nostalgia and even despair. So we would have been up and about if we had introduced that system in 2011. The third thing is related to what I just said, is the introduction of technology. We are now showing that we are capable of introducing technology. Not that it is faultless. There are many problems. People have to climb mountains and trees to get connectivity. But that's understandable because you cannot get connectivity overnight. Again, if we had introduced the system of online education as supplementary to the offline education, we would have been much better off. So in these two respects, I would even say that the pandemic was a blessing in disguise because we have been thrown into the water and we are trying to swim. And therefore, though with all the negative factors, we have learned a few things. And I'm sure with the pandemic, we will not abandon the new technology that we have learned, because that is where we can bring education to the youngsters, the education that we need in the 21st century. I often say that we have a 19th century mindset, 20th century syllabus, and 21st century education. These do not match. We need to have a 21st century mindset, syllabus, and education system. Then only we can do justice to our younger generation. In which the problem is also of the choices that we offer to our children. We give them very limited choices, and therefore they are not even aware of the vast opportunities that are out there. And that, I think, would be beneficial as a result of this change. The fourth thing that we talked about was autonomy. In this particular case, I can say with some satisfaction that the government agreed with the support of the UGC to have 20 autonomous colleges in Kerala. And they functioned well, but again, because of the mindset problem, it did not function as well as it was necessary. And of course, the new government disowned it. But I believe now they are getting back to some of the things that we had suggested, and autonomy is one of them. And the last point that we tried to promote was internationalization of education. We do not realize that at least 40% of all the children that we have in front of you are not going to work in Kerala, not even in India. Because there is so much demand for intellectual abilities of the Indians everywhere in the world. We know how well Indians have done in different societies. In fact, President Biden said the other day when Indian Prime Minister was in Washington, he said, I have 4 million Indians who are changing the lives of America every day, he said. I never heard any president saying it with such clarity, that they are the ones who are driving the United States, 4 million of them. Similar is the case in other advanced countries. But how come that we are not able to do it in our own country? Therefore, internationalization is very important. It includes private universities, includes
foreign universities, but we are shy of all these reforms in Kerala, and that has been my disappointment. But things have to change. Sometimes they are forced on us. Sometimes they have the wisdom to do that. So we have some hope in the new education policy. I'm not saying that it is faultless, but there are several points there which indicate that the education system after many years is being reformed in a revolutionary manner. Why should Kerala worry about privatization? Is something which I don't understand in education. We are sitting in a private institution. And in fact, if there was no private inputs into Kerala education for hundreds of years, we would not have had the kind of education we have. Whether it is the missionaries or other communities, whether it is the societies, all of them participated. Without hearing the word about private-public participation was not heard of at that time. But that is what we practiced. Private enterprise is what we practiced. But now we look at private enterprises and private universities is not only suspicion, but with, what shall we say, contempt, or with feeling that they are not doing any good to the society. But these are changing, and slowly they will change. The point I'd like to make today is that our students need to be liberated from what the Prime Minister called the progress report. Because the parents and the children and the teachers are all focused on what is called a progress report, which is handed to them once a year or even less. And that is the day of the nightmare for the children. How do you show this progress report to your parents? I have myself been through it. However well you may do, when you show the progress report with a rank on it, often my father would say, why are you second in 3 subjects? Why are you not first in all the subjects? And this is the preoccupation of the parents. Why do you expect your child to be first in the class? Have you done anything to make him different from the others? So unless our examination system changes, I don't know whether you know that there is at least one country in this world where there are no examinations in schools. No examinations. I'm sure the children must be very happy to hear that. Because assessment is something which is done inside the class, not outside. It's not something that an external agency can do. If you go as a research student to a university in the United States, your future is in the hands of the professor, nobody else. He evaluates you. He decides what kind of guidance he should give you in your work. And he becomes part of the process. And he decides what should be your profession and what are you good in. We introduce this in a small way in our colleges. Assessment in class. Teachers opposed it, students opposed it, because they don't trust each other. They would be happier if somebody sitting in Trivandrum evaluates you rather than you who know your children are not entitled to or not capable of. So I'm sure the Sardaya College has all these new methodologies, and I'm probably speaking to the converted. I don't know what exactly the processes are. But I presume that since in a short period you have reached a stage of being considered one of the best institutions in Kerala, I'm sure you are doing very many innovative
things. So the responsibility, India's responsibility is to make sure that we make use of what is called the demographic dividend. I'm sure all of you know about it. In the next 10 years or so, India will have a population of about 95 million people below the age of 35. No other country is blessed with this kind of a young population. And they will be called upon to take care of the intellectual work of the whole world. And that is readily available to us. Most of us do not think about it. But to be able to take advantage of the demographic dividend, our education has to be related to the 21st century requirements. 80 million jobs have been lost in the last 5 or 6 years, the traditional jobs. So if you train your children for traditional jobs, when they become ready, there will be no jobs left. Already 3D printing has come into commercial use. Artificial intelligence is being used even by us. When you send a Gmail, you see the computer tells you what kind of reply you could send. In a very primitive form, artificial intelligence is being used by us. We hear about the drones. You just go to a wedding, you'll see drones flying around. Then there is the new currency system, Bitcoins. There is a complete transformation of lifestyles. Education has ceased to be a lecture-student relationship. The teachers have to become mentors, not teachers. The whole system has been turned upside down by what is called the flip schools, where you get lectures on your mobile to be heard at home so that you don't have to waste your time and the breadth of the teachers, she talking all the time and you listening. Teacher talks one time and gives you a record and you can listen to it at any time at home. And when you come back to the school, you do what you used to do at home, which is so-called homework. How can you expect a student to do homework at home on his own? So he calls his father, mother, neighbors to help them with this homework. But if your time is Sir, please unmute yourself. Sir, can you hear us? Please unmute yourself. Am I all right now? Thank you. Thank you. Yes, sir. So I was simply saying that the modern technologies are running very fast. And we need to run even faster in order to simply stay in one place, not to move forward. Then there are so many other aspects which are in the new education policy, like introduction of the mother tongue in the early stages. There's a whole lot of linguistic confusion taking place in Kerala today. Children go to English medium classes in school. And when they come to college, they come across a strange phenomena of Malayalam teaching in the schools, the colleges, because of the option that they have of exercising in these two languages. So then the other day, just a few days ago, somebody was asking me as to why Indian Kerala students don't do so well in the civil service examination. It's not that we don't do well.
There were 62 from Kerala this year, different civil services. But why only 62? Simple answer is we don't learn English. In fact, I'm speaking to the students in English today just because of my desire for them to, I'm speaking slowly, in order for them to get used to the idea of handling this language. I have nothing against Malayalam. If all of them are going to live in Kerala all their life, we need not worry about English. But today, we have to compete nationally or internationally. All said and done, English is the most paramount importance. How do you learn English? Unless you speak it, unless you hear it, unless you write it, unless you read it. So this is another major drawback in our education system. And maybe what I'm saying, all this do not apply to the students because they are not the ones who have to do this. But I'm saying this to them because they should be aware of the fact that their future lies in integrating themselves with the world. I used to have a professor long, long ago, a professor of chemistry in the University College, who became our principal. He used to speak to us about the future. I remember in 1994, when the Chinese exploded an atom bomb, he called a few of us, about 10 students who he thought was doing well. And he told us, do you realize what has happened today? So we are looking at each other as to what happened. He said, China bomb pottichirikkunnu. We are going to break into a laughter. What about that? What has it to do with us? Right? That was our reaction. He told us again and again, he said, this is going to transform the world. And we decided at that time, though we had the capacity to do that, not to explode a bomb. India decided consciously because of our non-violent principles, our allergy against nuclear power. We just ignored it till 1998. So 1964 to 1998, we took to take a decision Professor Warrior would have made in 1964. This is our problem. So our children also have to think in terms of the diversity of jobs available. It's not just doctor, engineer, and civil service that are often open to you. There are so many career guidance courses and all that. And there are so many courses available for children at every age. We do not make them aware of them because we don't give them the option. And therefore, children must think in terms of going beyond the curriculum they have. Why the government is improving the curriculum? Because we are struggling with unnecessary controversies. But to setting as a model for the students to think in terms of a realistic expectation of what they can gain in the world. And the answer to that is being conscious of the new world. Of course, the pandemic has been a big setback, but we have been able to manage it through technology. But as a result of that, we have become more conscious. Because we saw nobody in this world will be unaffected. You know, the Americans used to say, they used to talk about a pandemic. They used to say America may be faced with a pandemic. Even President Bush said it, President Obama said it. But they followed it by saying that because of our advanced medical system and our technology, it will not happen in our countries.
What will happen in a poor country in Africa or Asia, who can fly into United States in 3 hours and get you into a problem. But what happened was exactly the opposite. We were afraid more about planes coming from United States and Italy and other countries to bring the pandemic to India, and that is what happened. So when you say the world has become one, it has become narrower also. And so our education system is moving, but at the same time, the students and teachers should be aware of the needs of the times. Maybe I think I've taken more than the time I was supposed to use. But let me thank you very much for giving me this opportunity to speak frankly to an institution which has great ambitions. And you can fulfill it with the vision that you have, which I heard from the bishop as well as from the manager. I'm sure you will be able to do that. And let me wish our students, the students who have come, I hope offline classes will start soon and they can hug each other, share food, and even share the kind of life that they used to have earlier. That is the dream of all of them. So at the moment, our priority is not to teach them a lot, but to make them feel good about the new world that has come back to them, or all the world that has come back to them. And let me hope and pray that this induction program will lead to those merry times when children were able to interact with each other and work together. Thank you very much. Thank you, sir. Thanks a lot for your valuable time. അങ്ങയുടെ വിലയേറിയ സമയത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അങ്ങ് നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫോളോ ചെയ്യുമെന്ന് ഉറപ്പു തരുന്നു. എസ്പെഷ്യലി വി ആർ വെരി ഹാപ്പി ടു അനൗൺസ് ദാറ്റ് ഞങ്ങളുടെ കോളേജിൽ ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ട്, സ്കിൽ ഡെവലപ്മെന്റ്, വിച്ച് കവർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോക്ക് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നിരവധി ആഡ് ഓൺ കോഴ്സുകൾ, സർ നേരത്തെ സൂചിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സുകൾ ഓൾറെഡി ഞങ്ങളുടെ ബിരുദ കോഴ്സുകളോടൊപ്പം ആഡ് ഓൺ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതറിയിക്കുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ 21ാം സെഞ്ചുറിയുടെ മൈൻഡ് സെറ്റും സിലബസും എഡ്യൂക്കേഷനുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പു തരുന്നു. ഒരിക്കൽ കൂടി അങ്ങയുടെ സമയത്തിനും വിലയേറിയ നിർദ്ദേശങ്ങൾക്കും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക്സ് അ ലോട്ട്, സർ. അടുത്തതായി വേൾഡ് ഓഫ് സഹൃദയ, സഹൃദയ ലോകം, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടക്കാൻ അറിവ് പകർന്നു നൽകുകയും പ്രചോദിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തൻ്റെ മുഴുവൻ കർമ്മശേഷിയും കോളേജിനായി സമർപ്പിച്ചിട്ടുള്ള സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Dear respected Your Lordship, Reverend Dr. Poli Kannukadan, Bishop of Irinjalakuda and the Chairman of IDT, respected Sri TP Srinivasan Sir, IFS, Monsignor Joy Palikara, Principal Dr. Matthew Paul Uken, Vice Principals, Dr. Rani MJ, Dr. Joy KL, HODs, faculty members, dear parents and students. Sahridaya is fostering the integrity of virtues. At the same time, we are fostering the maturity of values to form your children in true wisdom according to their God-given talents for the good of humanity and the society by means of the noblest activity of study and by way of the most gracious quality of friendship, physical and mental qualities they have. And Sahridaya is having a continuous academic evaluation in the form of 2 internal examinations per semester, and we have assignments, seminar presentations, class test equipments, and students who are completing well, they are in respective UG programs. And we are having an excellent pass percentage in university examination. That's a hallmark of our college. And there was a
last year an array of rank holders in each discipline that brings forth the fame of Sahardaya in academic excellence. And we also, the college has lots of skilled programs, that is some different professional courses, and it offers skill-oriented courses to train students to meet the requirements of competitive examinations, job interviews, group discussions, participation in various management fests, literary fests, quiz competitions and like. സഹൃദയുടെ ഒരു ലോകം എന്ന് പറയുന്നത് കുട്ടികളെ ഏറെ ആകർഷിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ തന്നെ കാസർഗോഡ് നിന്നുള്ള ഒരു സ്റ്റുഡൻറ്റിന്, ഒരു അപ്ലിക്കൻറ്റിന് അഡ്മിഷൻ കൊടുത്തിട്ട് വരികയാണ്. ഇൻ ബിറ്റ്വീൻ അവർ കാസർഗോട്ടേക്ക് തിരിച്ചു പോകേണ്ട ഉള്ളത് കൊണ്ട് ഇൻ ബിറ്റ്വീൻ ഞാൻ അവരെ ഒന്ന് എന്താ പറയുക കോളേജിലേക്ക് വെൽക്കം ചെയ്യാൻ പോയിക്കായിരുന്നു. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. 14 ജില്ലകളിൽ നിന്ന്, നമ്മുടെ 14 ജില്ലകളിൽ നിന്നുള്ള നമ്മുടെ കേരളത്തിലെ ഈ ഏകദേശം ഇപ്പോൾ ഒരു 600, 650, 700-ൻ്റെ അടുത്ത് വരുന്നു. അത്രയും കുട്ടികൾ ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒത്തിരിയേറെ പ്രചോദനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ശ്രീനിവാസ് സാറും അതുപോലെ തന്നെ ബിഷപ്പും സൂചിപ്പിച്ചതുപോലെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതമായ മേഖലയെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സഹൃദയ എപ്പോഴും മുന്നിൽ നിന്നിട്ടുണ്ട്. അതിന് തെളിവാണ് ഇത്രയും പേര് ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. ഏകദേശം ഈ 2700-ഓളം സ്റ്റുഡൻസ് ഈ സഹൃദയ എന്ന് പറയുന്ന ഈ കുടുംബത്തിൽ അംഗങ്ങളായിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള അവരുടെ ഉന്നതമായ ഔദ്യോഗിക ജീവിതം കരുപ്പിടിപ്പിക്കാൻ, കണ്ടെത്താൻ ഇതൊരു നിമിത്തമായിട്ടുണ്ട്. സോ വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. ഒത്തിരിയേറെ ചാരിതാർത്ഥ്യമുണ്ട്, ഒത്തിരിയേറെ സംതൃപ്തിയുണ്ട് ആ കാര്യത്തിൽ. പാരൻസ് എല്ലാവരും തന്നെ വളരെയധികം ആകാംക്ഷയോടും താല്പര്യത്തോടും കൂടെയാണ് ഇവിടെ വന്നു ചേരുക. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒത്തിരിയേറെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് പാരൻസ്. പ്രത്യേകിച്ചും ഓൺലൈൻ ക്ലാസ്സുകൾ വരുമ്പോൾ തന്നെ ഒരു നല്ല ഒരു വിദ്യാഭ്യാസം അവിടെ, ഒരു നല്ലൊരു അക്കാഡമിക് കരിക്കുലം അവിടെ നടക്കുന്നില്ല. അതിൽ തന്നെ ഒത്തിരിയേറെ അവർ വിഷമിക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ ചെറിയ ഡീവിയേഷൻസ് കുട്ടികളുടെ ഭാഗത്ത് കണ്ടെത്തുന്നു. ഒരുപാട് സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഡ്രഗ് യൂസേജും അതുപോലെ തന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾ പിയർ ഗ്രൂപ്പ് പ്രഷേഴ്സ് കൊണ്ട് മാറിപ്പോകുന്നു. ഫാമിലിയിൽ തന്നെ എന്താ പറയുക, കോളേജിലാണെങ്കിൽ കുറേയും കൂടി ഇൻട്രാക്ഷന് സ്റ്റുഡൻസ് തമ്മിലും ടീച്ചേഴ്സിൻ്റെ എൻകൗണ്ടറിങ് ഒക്കെ ഉണ്ടാകും. പക്ഷേ വീട്ടിലായിരുന്നു കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലത്തോളം, 2 വർഷമാകാൻ പോകുന്നു. അപ്പോൾ ഒരു 1.5 വർഷക്കാലത്തോളം വീട്ടിലുള്ള ഇൻട്രാക്ഷൻസ് കാരണം ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് റൈസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് എത്രയും വേഗം തന്നെ കുട്ടികൾ മടങ്ങി വന്നു ഒരു ക്യാമ്പസ് ലൈഫ് അവർക്ക് ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ സഹൃദയോടൊപ്പം വലിയ ഒരു നിര അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെയുണ്ട്. സമഗ്രമായ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്, നേരത്തെ ശ്രീനിവാസ് സാറ് പറഞ്ഞ പോലെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മളിവിടെ നടത്തുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ബെക് എന്ന് പറയുന്ന ഒരു പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കേഷൻ കുട്ടികൾ സ്റ്റുഡൻസിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കരിക്കുലം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ BCom അല്ലെങ്കിൽ മറ്റ് ഡിഗ്രി കോഴ്സുകളോടൊപ്പം തന്നെ എന്താ പറയുക ഒരു 20-ന് മേലെ ആഡ് ഓൺ കോഴ്സസ്, പ്രൊഫഷണൽ കോഴ്സ് അടക്കം, അത് ഭൂരിഭാഗം ഇൻ്റർനാഷണലും നാഷണൽ ലെവലിലുമുള്ള സർട്ടിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഒത്തിരിയേറെ ഈ സഹൃദയ ലോകം തൊഴിൽ നിപുണതയുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ ബദ്ധശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പാരൻസിന് ഒത്തിരിയേറെ പ്രതീക്ഷ വയ്ക്കാം, തങ്ങളുടെ മക്കളിൽ പ്രതീക്ഷ വയ്ക്കാം. ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ പ്രത്യേകിച്ചും ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള 3-4 പേര് H&R ബ്ലോക്ക് എന്ന് പറയുന്ന അമേരിക്കൻ ടാക്സ് പ്രിപ്പറേഷൻ കമ്പനിയിൽ ജോലി കിട്ടി. അതുപോലെ തന്നെ ACC ആയാലും CMA US ആയാലും CA ആയാലും പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവർ മിക്കവാറും പല എന്താ പറയുക ഫോറിൻ എന്ന് പറയുക അല്ലെങ്കിൽ MNCs മൾട്ടി നാഷണൽ കമ്പനീസിലൊക്കെ ജോലി കിട്ടി പോയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഈ സഹൃദയ എന്ന് പറയുന്ന ഈ കോളേജ് ഈ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് ഇരിഞ്ഞാലക്കുട രൂപതയുടെ അഭിമന്യ
പോളി കണ്ണുക്കാടൻ പിതാവിൻ്റെ പ്രത്യേകമായ ഒരു നേതൃത്വത്തിൽ ഭംഗിയാർന്ന രീതിയിൽ ഒരു പൗരബോധമുള്ള നല്ല ക്വാളിറ്റീസ് ഉള്ള മോറലി സൗണ്ടായിരിക്കുന്ന ആ സ്വഭാവ രൂപീകരണത്തിൽ മുൻപന്തി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് പ്രചോദനം കൊടുത്തുകൊണ്ട് നല്ല ഒരു ഭാവി പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഞങ്ങൾ സഹകാരികളാകുന്നതിൽ നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഗവൺമെൻറ്റുകളുടെ ഒപ്പം തന്നെ ഭാഗഭാഗാകുന്നതിൽ പങ്കാളികളാകുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും എല്ലാ സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ പാരൻസിനെയും ഞങ്ങളുടെ ഈ ഒരു സഹകരണ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊള്ളുന്നു. അഭിവന്യ പോളി പിതാവിനും അതുപോലെ തന്നെ ശ്രീനിവാസൻ സാറിനും മോൺസിഞ്ഞോർ ജോയ് പാലിയക്കര അച്ഛനും പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പാരൻസിനോടും സ്റ്റുഡൻസിനോടും പ്രത്യേകമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനാശംസകൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ നേരുന്നു. എല്ലാ വിജയങ്ങളും ഇവിടെ ഉണ്ടാകും. നിങ്ങളും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, Father, for familiarizing us to the world of Sahardaya. Cordially invite our dynamic Vice Principal, Dr. Rani MJ, to acquaint us with the life at SCAS. Ma'am, please. His Excellency, our Poly Kannukadan, Bishop of Irinjalakuda and Chairman IDET, Sri T.P. Srinivasan IFS, Monsignor Joy Palekara, Manager SCAS, respected dignitaries from our side, Dr. Biju Thomas, Vice President, PTA SCAS, Ms. Aisha A.N., Alumni Representative, faculty, parents, and dear students. First of all, I take this opportunity to congratulate all the esteemed parents who have admitted their children in this wonderful campus. Of course, you have got convinced about the various facilities, infrastructure, and other academic processes which are followed by this esteemed institution, and you have admitted your word here. We assure you that your expectations, your hopes, your aims will be achieved by your children through our support during the next 3 years. Dear students, you are so beloved to us as our young generation. Our faculty, staff, and the whole campus of SCAS are ready to welcome you, our young dear ones. Ideally, we would have loved to welcome you in our wonderful campus, in our inspiring auditorium. But I guess this is, at least for the time being, is the new reality. Founded only in 1912, SCAS has a proud history of successful outcomes for students just like you. According to a survey, less than 5% people are able to ever access higher education, and you are already in the top 5% of humanity. The SCAS community is here to support you every step of the way in your academic journey and career development. You take advantage of every opportunity here to develop yourself. COVID-19 is top of mind for all of us at Sahardaya. I want to assure you that we are monitoring the COVID-19 situation closely and have updated our policies and procedures to prioritize the health and safety of Sahardaya community. We conducted a COVID vaccine drive. All students, faculty, and staff are strongly encouraged to receive the 2 doses of COVID vaccine as the best way to protect themselves and other members of the college community. We strictly follow SMS, social distancing, mask wearing, and sanitizing frequently in the campus. Again, all first semester students were required to attend virtual
new student orientation program Vivifica 2021. What we do in orientation is to give you an overview of what is special about being at SCAS. We will give more details about life at SCAS in the orientation classes. I am confident that the 3 years ahead will be full of rewarding experiences. Wishing all of you a happy and successful time here. Let me conclude. Thank you. താങ്ക് യു മാം. ഒരു കോളേജിന്റെ പ്രയാണത്തിന്റെ പ്രധാന ചാലകശേഷിയാണ് ആ കോളേജിന്റെ PTA. ഏറ്റവും മികച്ച ഒരു PTA നമുക്കുണ്ട്. ഏറെ തിരക്കുകൾക്കിടയിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരണവും പിന്തുണ നൽകി വരുന്ന PTA വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിജു തോമസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛ, ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ ഡിഗ്നറ്ററീസ്, അധ്യാപകരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, സഹൃദയ കോളേജിനെ കുറിച്ച് പാരന്റ്സ് പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നമ്മുടെ മക്കള് എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏറ്റവും എന്തുകൊണ്ടും നമ്പർ 1 എന്ന് പറയാൻ പറ്റുന്ന ഒരു കോളേജിലാണ്. ഞാൻ പലപ്പോഴും ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം പുതിയ കുട്ടികളോട് പറയാണ്. എൻ്റെ മക്കൾ പഠിക്കുന്ന ഈ കോളേജില് തൊട്ടടുത്ത് ഒത്തിരിയധികം ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഞാൻ സഹൃദയ എന്ന സ്ഥാപനം അവരുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവിധ സ്പീച്ചുകളിലൂടെ നമ്മൾ കേട്ട, പ്രത്യേകിച്ചും ഡേവിസ് അച്ഛനും റാണി മിസ്സും ഹൈലൈറ്റ് ചെയ്ത സൗകര്യങ്ങൾ ഉണ്ട് എന്നതിന് ഉപരി ഉള്ള സൗകര്യങ്ങളും അത് എത്രമാത്രം കാര്യക്ഷമമായി കുട്ടികളിലേക്ക് എത്തിക്കുവാനായിട്ട് മാനേജ്മെന്റും ടീച്ചേഴ്സും കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ മക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തുകൊണ്ടും ഏറ്റവും ഉചിതമായ ഒരു കലാലയത്തിലാണ്. സൂചിപ്പിച്ചിരുന്നത് പോലെ കൊറോണ എന്ന മഹാമാരി കുട്ടികളുടെ കലാലയ ജീവിതത്തിലെ പലതരത്തിലുള്ള തടസ്സങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒട്ടും താമസിയാതെ തന്നെ മക്കളെല്ലാവരും കോളേജിൽ ഒത്തുചേരുന്ന കാലഘട്ടം തൊട്ട് അവർക്ക് എത്രമാത്രം നല്ല വിദ്യാഭ്യാസം, ഹയർ സ്റ്റഡീസ്, നമ്മൾ കേട്ടു പലതരത്തിലുള്ള കോഴ്സുകൾ, ആഡ് ഓൺ കോഴ്സുകളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ മക്കൾക്ക് സഹൃദയ കോളേജ് കൊടുക്കുന്നുണ്ട്. പല കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു യുണീക്നെസ് എന്ന് പറയാൻ സാധിക്കുന്നത് തന്നെ ഈ ഒരു പോർട്ട്ഫോളിയോ, കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള വിവിധ തരം കോഴ്സുകളുടെ ലഭ്യതയാണ്. ഈ സാഹചര്യങ്ങളിൽ എല്ലാം കുട്ടികളുടെയും ഉന്നമനത്തിനു വേണ്ടി മാനേജ്മെന്റിനോടൊപ്പം പ്രവർത്തിക്കുന്ന നല്ല ഒരു കൂട്ടം അധ്യാപകരും സഹൃദയ കോളേജിന്റെ സ്ട്രെങ്ത് ആണ്. ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ പാഠ്യ പദ്ധതികളും വളരെയധികം സമന്വയിപ്പിച്ചുകൊണ്ട് മക്കളുടെ ഭാവി ജീവിതത്തിന് നല്ല കരുപിടിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു സ്ഥാപനത്തിലാണ് അവരുടെ പാരന്റ്സിനും യാതൊരു രണ്ടാമത്തെ ഒരു ചിന്തയ്ക്കും നൽകേണ്ടതില്ല എന്ന് ഒരു പാരന്റ് എന്ന നിലയിൽ ഈ സമയം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും കുട്ടികളെ എല്ലാവരെയും പുതിയ അവരുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ല വർഷങ്ങൾ നിങ്ങളുടെ മുൻപിൽ നമ്മുടെ ലക്ഷ്യ സാഫല്യത്തിന് വേണ്ടി ഉണ്ടാകട്ടെ എന്ന ഇത്തരണത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you so much, sir. I'm sure you are going to be working hand in hand with our staff and the management at college, and we expect further inputs from all the parents
on the working of the college as well as the betterment of the students. Thank you so much, sir. Please allow me to invite the multifaceted and enthusiastic Miss Aisha A.N., 2021 BCom ACCA pass out student who got placed through the campus placement at SCAS as tax analyst in H&R Block India Private Limited for a hard talk to the incumbent first years. Aisha, please. Thank you, ma'am. A very good morning to respected dignitaries and everyone present here. So happy to see you all and my juniors. And I think everyone is so excited to start their college life, right? Okay. And someone has rightly said, take the first step in faith. You don't have to see the whole staircase. Just take the first step. I'm sure that you all have been into the perfect first step to start your new journey. Let me congratulate you all on selecting one out of the best college. You guys are starting for a journey that I have been just completed. But life is an endless journey. It has no end, but milestones. Definitely yes, milestones. Completing your graduation from Sahardaya will certainly be a memorable milestone. So everyone, be ready for the journey ahead because the best part of your life is waiting for you. Honestly speaking, I was a person who joined the college with a doubtful aim. I came from a science background, jumped into a commerce stream, and along with that, I took ACCA, one of the advanced courses. But after every semester, I found myself improving, and I would say I had a hike like graph. All happened because of the support, guidance, and hard work. Everything is possible. The word itself says I'm possible. That was really visible in my case. And I'm sure that if I can do it, you all can do that. Talking about the teachers, they are the best you all can get. Because of these great professors who have been part of my college journey gave me the courage and self-confidence I have today. I can point out a specific one as everyone is superb in their own way. A college is also giving importance to every program and competitions along with the studies. You all can enjoy everything here. I really miss the DZone practices, sports events, management fest, and even the canteen. I hope let this coronavirus get out from all over here and let you all come to the college all together. But even though you are all connecting virtually now, and there are so many opportunities that our college is providing, and make sure you all utilize those. Let me say that I'm standing here now where I am because of this opportunity, the opportunity that my college gave me. That was the turning point of my life. Out of the blue, I got a placement opportunity and I was so excited. Now I'm proudly talking to you as a tax analyst at H&R Block, one of the best achievement ever. About the company, it's one of the best places to start my career, and H&R Block, and it's a great place to work. I never expected that this will happen. It made possible only because of my college, the support everyone gave me right from the Human Excellence Department. Let me take this opportunity to thank everyone for the immense support. Special thanks to Reverend Dr. Davis Changiniadan. It is through him the opportunity reached us. I would like to tell you all that make sure of every opportunity. You surely succeed in life. Don't take this as an advice, and I don't like that. This is just an acknowledgement that I can share to you all from my experience. Experience is the best teacher, I could say. Explore your potential and enjoy the college journey. Wish you all the very best for the bright future ahead. Thank you everyone for having me, and thank you Father Davis for giving me this opportunity to have a talk with my juniors. I feel so elated meeting you all. Let us be better humans. Thank you all and have a blissful Friday. Thanks a lot. Thank you so much, Aisha, for the parents and students who have joined us. That was Aisha, an enthusiastic DZone opener participant,
and she's been a very studious student as well. So combining both curricular as well as co-curricular activities, she has attained this stage in her life. I'm so thankful to Aisha for coming up. For the information of the parents, we have these add-on courses as earlier mentioned. SCAS has this distinct culture of providing personality development, career enhancement programs to students. As Srinivasan sir has also mentioned, that is the forte of Sahardaya College of Advanced Studies. ഒരിക്കൽ കൂടി ശ്രീനിവാസൻ സാർ നമ്മളോട് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ സഹൃദയിൽ ഓൾറെഡി നമ്മൾക്ക് ഇവിടെ ലഭ്യമാണ്. ആഡ് ഓൺ കോഴ്സുകൾ, ഡിപ്പാർട്ട്മെന്റ് ആഡ് ഓൺ കോഴ്സുകളുടെ ഒപ്പം തന്നെ സ്കിൽ ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങളുടെ ബ്രിഡ്ജ് കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു സെഷൻ ഉണ്ട് എങ്കിൽ പോലും ചെറിയ ഒരു ആമുഖം അതിലേക്ക് തരികയാണ്. ശ്രീനിവാസൻ സർ വളരെ ശരിയായി പോയിന്റ് ഔട്ട് ചെയ്ത ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇതിന് മാത്രമായി നമ്മൾക്ക് ഒരു സെഗ്മെന്റ് വർക്ക് ചെയ്യുന്നു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, നേരത്തെ ആയിഷ ഉൾപ്പെടെയുള്ള ഒട്ടനവധി സ്റ്റുഡൻസിനെ പ്ലേസ്മെന്റിനെ പ്രാപ്തരാക്കുന്ന പ്ലേസ്മെന്റ് വിങ്, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി, റിട്ടേൺ എക്സാമുകൾക്ക് വേണ്ടി കോച്ചിങ് കൊടുക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനിങ്, സോഫ്റ്റ് സ്കിൽസ്, കൗൺസിലിംഗ് തുടങ്ങിയ അഡീഷണൽ ആയ ഒട്ടനവധി കാര്യങ്ങൾ സഹൃദയ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതായി നന്ദി പ്രകാശനമാണ്. തന്റെ മുഴുവൻ അനുഭവ സമ്പത്തും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ ഉയർച്ചയ്ക്കായി ഉപയോഗിക്കുന്ന, ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയിയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. Good morning to all. His Excellency Mar Poli Kannukadan, Bishop of Irinjalakuda Diocese and Chairman of IDH, respected Sri TP Srinivasan, IFS, former Ambassador of India and former Vice Chairman of the Kerala State Higher Education Council, Reverend Monsignor Joy Palekra, beloved Manager of SCAS, respected Reverend Dr. Davis Chengniadan, Executive Director of SCAS, Principal Dr. Matthew Paul Uken, PD Executive Vice President Dr. Biju Thomas, Vice Principal Dr. Rani M.J., Finance Officer Reverend Father Shaju Chirez, Head of the departments, faculty members, dear parents and students. 2021-2022 അധ്യയന വർഷത്തിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ചേർന്ന് പഠിക്കുവാൻ തീരുമാനിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അതിനവരെ പ്രോത്സാഹിപ്പിച്ച എല്ലാ മാതാപിതാക്കളെയും ഇത്തരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ദീർഘവീക്ഷണത്തോടെ ഇരിഞ്ഞാലക്കുട ഡയസിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് IDH സ്ഥാപിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ മൂല്യബോധമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കുവാൻ നിരന്തരം പരിശ്രമിക്കുന്ന വ്യക്തിത്വമാണ് അഭിമന്യ മാർ പോളി കണ്ണുകാടൻ പിതാവിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുക. തൻ്റെ ദൈനംദിന തിരക്കുകൾക്കിടയിലും 2021-22 അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്യുവാനും ഉണർവിന്റെ പ്രതീക്ഷയുടെ സന്ദേശം വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നൽകുവാൻ സന്മനസ് കാണിച്ച സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ പാട്രനും ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷനുമായ അഭിമന്യ മാർ പോളി കണ്ണുകാടൻ പിതാവിന് സ്നേഹത്തിന്റെ ഭാഷയിൽ കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ ഏറെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. ഇന്ത്യൻ അംബാസഡർ എന്ന നിലയിൽ തന്റെ വിവിധ ലോക രാജ്യങ്ങളിലുള്ള അനുഭവ സമ്പത്ത്, പ്രത്യേകിച്ച് ആ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് മേന്മകൾ കണ്ടറിയുവാനും ആ അറിവ് കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിൽ രൂപപ്പെടുത്തുവാനും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വൈസ് ചെയർമാൻ എന്ന നിലയിൽ പരിശ്രമിക്കുകയും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റം വരുത്തുവാനും പരിശ്രമിച്ച വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയും മുഖ്യ പ്രഭാഷകനുമായ ശ്രീ TP ശ്രീനിവാസൻ അവറുകൾ. ജനങ്ങളുടെ മാനസികാവസ്ഥയിലും കാഴ്ചപ്പാടിലും തൊഴിൽ സംസ്കാരത്തിലും ധാർമ്മികതയിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ കേരളത്തിന് അതിന്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തോടൊപ്പം നാം തിരിച്ചറിയണം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച്
ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുവാനും നമ്മോട് സംസാരിക്കുവാനും സമയം ചെലവഴിച്ചതിന് ശ്രീ TP ശ്രീനിവാസൻ അവറുകൾക്ക് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. സഹൃദയ കോളേജിലെ വിദ്യാർത്ഥികളെ 21ാം നൂറ്റാണ്ടിന്റെ അവസരങ്ങളിലേക്കും വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിലേക്കും പ്രോത്സാഹിപ്പിക്കുകയും അതിനവരെ പ്രാപ്തരാക്കുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കാസിനെ ആഗോളതലത്തിലേക്ക് ഉയർത്തുവാൻ ശ്രമിക്കുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടച്ചന് എവിടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദിയുടെ പൂമലുകൾ സമർപ്പിക്കുന്നു. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ റവറൻഡ് മോൺസിഞ്ഞോർ ജോയ് പാലിക്കരച്ചൻ, നമ്മുടെ കോളേജിന്റെ മാനേജർ എന്ന നിലയിൽ സാരഥ്യം ഏറ്റെടുത്ത് ആദ്യമായി പങ്കെടുത്ത ഒരു പരിപാടിയാണ് ഇന്നത്തെ പുതിയ അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം. നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും മാനേജർ എന്ന നിലയിൽ മോൺസിഞ്ഞോർ ജോയ് പാലിക്കരച്ചൻ നൽകിയ പ്രചോദന വാക്കുകൾക്ക് ഏവരെയും പേരിലെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കോവിഡ് മഹാവ്യാധിയുടെ കാലഘട്ടത്തിലും കൃത്യമായ ദിശാബോധത്തോടെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പുതുതലമുറയെ മുന്നോട്ട് നയിക്കുന്നതിന് തൻ്റെ സമയം പൂർണ്ണമായി മാറ്റിവെച്ചിരിക്കുന്ന ഇന്ന് നമ്മൾക്കേവർക്കും സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ സാറിന് ഏവരുടെയും പേരിലെ നന്ദി രേഖപ്പെടുത്തുന്നു. ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും സുഗമമായ പ്രവർത്തനത്തിന് PTA നൽകുന്ന സേവനം സ്തുത്യർഹമാണ്. കാസ് PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും പാരന്റ് പെർസ്പെക്റ്റീവ് അവതരിപ്പിച്ച PTA എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിജു തോമസ് അവറുകൾക്കും ഏവരുടെയും